ഹായ് ഹലോ എല്ലാവർക്കും TMT കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ലൈക്കും കൂടി തരണം. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ പൈനാപ്പിളാണ്. അപ്പോൾ വിചാരിച്ചു എന്തെങ്കിലും ഒരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, പൈനാപ്പിൾ ഫ്രൈ ആണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണല്ലേ നമ്മളെ പൈനാപ്പിൾ ഫ്രൈ. കുറേ പേര് കഴിച്ചിട്ടുണ്ടാവും. എന്നാലും ഈ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ഓക്കെ. അപ്പോൾ പൈനാപ്പിൾ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ ഫ്രൈ ഉണ്ടാക്കുന്ന സമയത്ത് പൈനാപ്പിൾ കട്ട് ചെയ്യേണ്ടത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യാൻ നോക്കണം. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. പെട്ടെന്ന് കഴിയും. ഓക്കെ, എനിക്കൊരു 10-12 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് മസാല പുരട്ടി കൊടുക്കാം. അപ്പോൾ മസാല റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. മഞ്ഞൾ, മുളക്, ഉപ്പ്, കുരുമുളക് ഇത്രയേ ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു പാത്രം എടുക്കുക. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുരുമുളക്, എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം വെളിച്ചെണ്ണ, 1 സ്പൂണ് വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുത്ത് 1 സ്പൂണ് വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ പീസ് എടുത്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഈ മസാലക്കൂട്ടുകളൊക്കെ പൈനാപ്പിൾ പീസിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന വിധം പുരട്ടി കൊടുക്കുക. നമ്മുടെ മീനൊക്കെ പുരട്ടി മസാല പുരട്ടുന്നത് പോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് കിട്ടുക. അതിനുശേഷം ചെയ്യേണ്ടത് 1 സ്പൂണ് പഞ്ചസാരയും കൂടി ഇതിൻ്റെ മേലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും അതിന് നേരത്തെ പോലെ നന്നായി എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന പോലെ പുരട്ടി കൊടുക്കുക. അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിനെ ഫ്രൈ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഒരു പാത്രം എടുക്കുക. അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോ പീസായിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അധികം വെളിച്ചെണ്ണയൊന്നും വേണ്ട ആവശ്യമില്ല. ഇതുപോലെ മതി. നമ്മൾ മീൻ എങ്ങനെയാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അതേപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. മധുരവും ഉപ്പും പുളിയും എരിവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം. വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആളുകൾക്കും ഇഷ്ടമാവും. അപ്പോൾ ഒരു ഭാഗം നന്നായി വന്നിട്ടുണ്ട്. ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. നോക്കിയേ, കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണ്. ഓക്കെ, ഇനി അതിൻ്റെ മറുഭാഗം കൂടി ഇതുപോലെ കുറച്ച് സമയം സിമ്മിലിട്ട് വേവിച്ചാൽ മതി. ഓക്കെ, ഇതൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണേ. ഇത് കഴിഞ്ഞിട്ടില്ല, ചെറിയൊരു പരിപാടി കൂടിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. ഇനിയുള്ള വീഡിയോസും കാണണം. ഓക്കെ, കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയല്ലേ. ഓക്കെ, അപ്പോൾ ഇത് ചൂടോടെ കഴിക്കാൻ അങ്ങനെ രസമില്ല, കുറച്ച് തണിയണം. അപ്പോൾ അതിനു മുമ്പ് വേണ്ടത് ഇതിലോട്ട് ഇനി 1 സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിലോട്ട് കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. കാണുമ്പോൾ തന്നെ നോക്കിയേ എന്തൊരു ഭംഗി.
ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കഴിച്ചു നോക്കണം. ഓക്കെ, കഴിച്ചതിന് ശേഷമുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിരിക്കുന്ന എല്ലാവർക്കും, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ 1000 നന്ദി. ഓക്കെ, ബൈ, സി യു.